നമസ്കാരം. ഒരു വ്യക്തി ഉന്നയിച്ചിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വീട് ടെറസ് വീടാണ്. അതിൻ്റെ മുകളിൽ ചുമരിനോടും അല്ലെങ്കിൽ റൂഫിനോടൊക്കെ പറ്റിപ്പിടിച്ചുകൊണ്ട് ഒരു ആൽമരം വളരുന്നു. ആൽമരം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒരടി 1.5 അടി വലിപ്പമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആലിൻ്റെ ഒരു തൈ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വാസ്തുശാസ്ത്രമനുസരിച്ച് ഇത് വളർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ അത് പിഴുത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ദോഷമുണ്ടോ, ഇങ്ങനെ ആ കൂടിയുള്ള ഒരു കൺഫ്യൂഷനാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഇതിന് ഒരു സമാധാനം പറയുമ്പോൾ, നമുക്ക് വൃക്ഷങ്ങളെക്കുറിച്ച് വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഒരു മരങ്ങൾ വയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വാസ്തുശാസ്ത്രം അനുവദിക്കുന്നില്ല. വീടിൻ്റെ പരിസരത്ത് പോലും എത്ര അകലത്തിൽ വേണം മരങ്ങൾ വയ്ക്കാൻ എന്നുള്ള കാര്യവും വാസ്തുശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനൊരൊറ്റ സമാധാനമേ ഉള്ളൂ. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് പെരക്കി ദോഷം വന്നു കഴിഞ്ഞാൽ അത് പിഴുത് മാറ്റണം, അല്ലെങ്കിൽ മുറിച്ച് മാറ്റണം. ആ ഒരു പ്രമാണം തന്നെയാണ് ഇവിടെയും ബാധകമായിട്ടുള്ളത്. വീടിൻ്റെ മേൽക്കൂരയ്ക്കും അതുപോലെ തന്നെ ചുമരിനും ഒക്കെ വിള്ളലേൽപ്പിക്കുന്ന വിധത്തിൽ ദോഷം വരാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആല്, അതുപോലെ തന്നെ പേരാല്, അല്ലെങ്കിൽ അത്തി മുതലായുള്ള മരങ്ങളൊക്കെ അതിൻ്റെ കുരുവൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പക്ഷികൾ കൊണ്ടിട്ടിട്ട് അത് മുളച്ച്, അത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയിലേക്ക് വരെ തുളച്ച് കയറാവുന്ന രൂപത്തിലാണ് ഇതിൻ്റെ വേരുകൾ. അപ്പോൾ അത്തരത്തിൽ പലയിടത്തും സംഭവിക്കാം. അപ്പോൾ അതിന് നമുക്കൊരു സമാധാനം നേരത്തെ പറഞ്ഞതാണ്, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് പിഴുത് കളയണം, അല്ലെങ്കിൽ മുറിച്ച് കളയണം എന്നുള്ളത്. അതിൻ്റെ വേരൊന്നും അവിടെ നിൽക്കാത്ത വിധത്തിൽ അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് പിഴുത് മാറ്റി തന്നെ വേണം. അല്ലെങ്കിൽ വീടിൻ്റെ ഉറപ്പിനൊക്കെ അത് ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിലിപ്പോൾ വാസ്തു അനുസരിച്ചുള്ള സമാധാനമാണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തായാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇവരിപ്പോൾ ഇങ്ങനൊരു ചോദ്യം വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭീതിയുണ്ട്. ഇത് ആൽമരമാണ്. സാധാരണ രീതിയിൽ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആൽമരമൊക്കെ കണ്ടിട്ടുള്ളത്. അതല്ലാതെ പല സ്ഥലങ്ങളിലും ആൽമരം നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ ആൽമരം, അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഇത് പിഴുത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദൈവികമായുള്ള കോപം ഉണ്ടാവുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇതാണ് അവരുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നതായിട്ടുള്ളൊരു സംഗതി. ഇതിന് നമുക്ക് പരിഹാരമായിട്ടിപ്പോൾ പറയാനുള്ളത്, ആ മനസ്സിൽ നിന്ന് ആ ഭീതി മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. ആൽമരം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല. ക്ഷേത്രങ്ങളുടെ സമീപത്ത് ആൽമരവും പേരാലും അത്തിയും ഇത്തിയൊക്കെ ഉള്ള 4 മരങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. അത് വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണെങ്കിൽ വീടിൻ്റെ സമീപത്തും ഈ മരങ്ങളൊക്കെ വയ്ക്കാമെന്ന പ്രമാണമുണ്ട്. മരങ്ങളെക്കുറിച്ച് വാസ്തുശാസ്ത്രം പറയുന്നത് പൂർവസ്യാം ബഹുളോ വടശ്ച ശുഭദോ വാച്യാം ത്വതോ തുമ്പര എന്നൊക്കെ പറഞ്ഞുള്ള ആ ശ്ലോകത്തിൽ ഓരോ ഭാഗത്തും പൂർവ്വ ദിക്കിൽ, അതായത് കിഴക്ക് ദിക്കിൽ ഏതൊക്കെ മരങ്ങൾ വയ്ക്കണം, തെക്ക് ദിക്കിൽ ഏതൊക്കെ മരങ്ങൾ വയ്ക്കണം, പടിഞ്ഞാറ് ദിക്കിൽ ഏതൊക്കെ മരങ്ങൾ വയ്ക്കാം, അതുപോലെ വടക്ക് ദിക്കിൽ ഏതെല്ലാം മരങ്ങൾ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കിഴക്ക് ദിക്കിലാണെങ്കിൽ പേരാൽ വയ്ക്കാം, പടിഞ്ഞാറ് ദിക്കിലാണെങ്കിൽ നമുക്ക് അരയാൽ. അപ്പോൾ അരയാലിൻ്റെ സ്ഥാനമുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് വശത്ത്, വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് അരയാൽ വയ്ക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട വൃക്ഷമല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ക്ഷേത്രങ്ങളിലാണ് നമ്മൾ കൂടുതലും കാണുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഈ ആൽമരം എന്ന് പറയുന്നത് ഒരു പാഴ്മരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റുപയോഗങ്ങൾക്കൊന്നും, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും സാധിക്കുന്നതായുള്ള അങ്ങനെ ഒരു മരമല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ മറ്റിടത്തൊന്നും നട്ട് വളർത്തിയിട്ട്, പ്രത്യേകിച്ച് തേക്ക് പോലെയോ ഈട്ടി പോലെയോ അല്ലെങ്കിൽ മാവ് പ്ലാവ് പോലെയുള്ള മരങ്ങൾ പോലെയോ ഒന്നും വളർത്തുന്ന ഒരു പതിവില്ല. പക്ഷേ എന്നാലും ധാരാളം ഓക്സിജനും ഒക്കെ പ്രദാനം ചെയ്യുന്നതായുള്ള ഒക്കെ ഒരു വൃക്ഷമായതുകൊണ്ട് തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പരിസരങ്ങളിലൊക്കെ ഇത് നമുക്ക്
ആലിനെ പ്രദക്ഷിണം ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഒരു ദൈവികമായുള്ളൊരു പ്രതീതി അല്ലെങ്കിൽ ഒരു പ്രതീകമായിട്ട് നമ്മൾ ആലിനെ കാണുന്നുണ്ട്. ഈ ആൽമരം നമ്മുടെ വീടിന് ദോഷമായിട്ട് വരുമ്പോൾ അത് അവിടെ നിന്ന് പിഴുതു മാറ്റാം. പിന്നെ ഇനിയിപ്പോൾ അത് പിഴുതു മാറ്റിയിട്ട് എവിടെ കൊണ്ട് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെയാണ് സാധാരണ മനുഷ്യർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ട് അത് കുഴിച്ചിടാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വെളിമ്പറമ്പുകളിൽ വേണമെങ്കിൽ അത് കൊണ്ട് കുഴിച്ചിടാം. കാരണം ഇതിപ്പോൾ ഒരു വൃക്ഷം എന്ന് പറയണത് അത് നശിപ്പിച്ച് കളയണമെന്ന് നിർബന്ധമില്ല. എവിടെയെങ്കിലും നമുക്ക് വീടിന് ശല്യമില്ലാത്ത രൂപത്തിൽ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഈ വൃക്ഷങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, വീടിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് ആൽമരം കുഴിച്ചിടാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ആൽമരം നട്ടു വളർത്തുമ്പോഴാണെങ്കിൽ പോലും അതിന് ഇത്ര അകലം എന്നുള്ളത് വാസ്തുശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആൽമരം എന്നുള്ളതല്ല, ഏത് വൃക്ഷങ്ങളായാലും വീടിൻ്റെ പരിസരത്ത് വയ്ക്കാൻ ഉള്ളതായുള്ള കൃത്യമായുള്ളൊരു നിബന്ധനയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരം എത്ര ഉയരത്തിൽ പോകുന്നുവോ അതിൻ്റെ 2 ഇരട്ടി അകലത്തിൽ വേണം വീടിന് സമീപം വൃക്ഷങ്ങൾ നട്ടു വളർത്താനായിട്ട്. അതിപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും വളരുന്നതായുള്ള മാവ്, പ്ലാവ് തുടങ്ങിയുള്ള മരങ്ങൾ പോലും ഫലവൃക്ഷങ്ങളല്ല, മറ്റേ തരത്തിലുള്ളതാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെയാണ് കുഴിച്ചിടേണ്ടത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് നടക്കുമോ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ രീതിയിലൊന്നല്ല നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ വൃക്ഷങ്ങൾ നമുക്ക് നട്ടു വളർത്തുന്നത്. കാരണം കാലഘട്ടം മാറി. ഇതിപ്പോൾ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ ശാസ്ത്രമനുസരിച്ച് അന്നത്തെ ഭൂപ്രകൃതിയും അന്നത്തെ ഭൂമിയുടെ കിടപ്പും അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശങ്ങളൊക്കെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാരുടെ ഒക്കെ കയ്യിലായിരുന്നൊരു കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ സ്ഥലവും സൗകര്യമുണ്ട്, എവിടെ വേണമെങ്കിൽ നമുക്ക് നട്ടു വളർത്താം. പക്ഷെ അതല്ല ഇന്നത്തെ സ്ഥിതി. ഇന്നിപ്പോൾ നമുക്ക് 10 സെൻറ്റും 5 സെൻറ്റൊക്കെ ആയിട്ട് ചുരുങ്ങി നമ്മുടെ വീടും പരിസരമൊക്കെ ആയിട്ട്. കാരണം ഭൂപരിഷ്കരണ നിയമം വന്നു, ഭൂമിയൊക്കെ തുണ്ടായിട്ട് വിഭജിച്ചു. അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ പരിസരത്ത് ഈ വക വൃക്ഷങ്ങളൊന്നും വെക്കാനുള്ള സൗകര്യമില്ല. നമ്മുടെ വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള അല്ലെങ്കിൽ 2 ഇരട്ടി ഉയരത്തിൻ്റെ 2 ഇരട്ടി അകലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അകലത്തിലെ വീടിൻ്റെ പരിസരത്ത് വയ്ക്കാൻ പാടുള്ളൂ. അതിന് കൃത്യമായുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കാം. കാരണം ചില വൃക്ഷം ഏതെങ്കിലും തരത്തിൽ കാറ്റുകൊണ്ടോ മറ്റോ ഒക്കെ ഒടിഞ്ഞ് വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ മറിഞ്ഞ് വീഴുകയാണെങ്കിൽ അതിൻ്റെ മുറ്റത്ത്, വീടിൻ്റെ മുറ്റത്ത് ഉള്ളവർക്ക് പോലും, കുട്ടികൾക്ക് കളിക്കുകയോ മറ്റോ ചെയ്യുന്നതായുള്ള അവർക്ക് പോലും ദോഷം വരാത്ത രൂപത്തിലായിരിക്കണം മരം നട്ടു വളർത്തേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കാം. നേരെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അരയാല്, പേരാല് പോലെ തന്നെ ഏഴിലമ്പാല പോലും നമുക്ക് പടിഞ്ഞാറ് വശത്ത് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഏഴിലമ്പാല എന്നൊക്കെ പറയണത്. യക്ഷി, ഗന്ധർവനൊക്കെ വസിക്കുന്നതായുള്ള മരമാണെന്നുള്ള രീതിയിൽ പേടിപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ മരങ്ങളൊക്കെ വീടിൻ്റെ പരിസരത്ത് വയ്ക്കാം. പക്ഷേ വീടിൻ്റെ മേലെ ആയാൽ അല്ലെങ്കിൽ വീടിന് ദോഷം വരുന്ന രൂപത്തിലാണെങ്കിൽ അത് അവിടെ നിന്ന് പിഴുതു മാറ്റി തന്നെ വേണം. ഇത്രയാണ് ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടി ഞങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ച് സംശയം തീർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.